ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് ഓരോ കാര്യങ്ങൾ മുന്നിൽ വരും. ചിലപ്പോൾ നന്മ വരും, തിന്മ വരും, പ്രതിസന്ധികൾ വരും, പല തരത്തിലായിരിക്കും ഓരോ വിഷയങ്ങൾ വരുന്നത്. പരീക്ഷണങ്ങൾ വരും, പരീക്ഷ തന്നെ വരും. എല്ലാം വരുമ്പോഴൊക്കെ നമ്മുടെ മനോഭാവം എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്നത് വളരെ പ്രധാനമാണ്. ഓരോ വിഷയത്തെയും നമ്മൾ സമീപിക്കേണ്ടത് ഏത് മനോഭാവത്തോടു കൂടിയാണ്. നന്മയും തിന്മയും എല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ശരി, തെറ്റ്, ദുഃഖം, സുഖം എല്ലാം ഇങ്ങനെ നമുക്ക് വരും. ഇതെല്ലാം ഏറ്റെടുക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നാം പോയാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ സുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സുഖം അറിയാൻ കഴിയൂ എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സ് കൃത്യമായി നമുക്ക് നിലനിർത്താൻ കഴിയണം, നമ്മോടൊപ്പം കൊണ്ടുപോകാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തോടുമുള്ള നമ്മുടെ മനോഭാവമാണ് പ്രധാനം. അത് അശരണരായ ആളുകളെ കാണട്ടെ, മറ്റ് സമുദായത്തിലുള്ളവരെ കാണുന്നതാകട്ടെ, സമ്പന്നരെ ദരിദ്രരെ ആരെ കാണുന്നതാകട്ടെ, ആരോടുമുള്ളൊരു വിഷയം പറയുന്നതാകട്ടെ, സംസാരിക്കുന്നതാകട്ടെ, എല്ലാ കാര്യത്തിലും നമ്മുടെ മനോഭാവം പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനോഭാവത്തെ, ആറ്റിറ്റ്യൂഡിനെ ഷേപ്പ് ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഷാർപ്പൺ ചെയ്തെടുക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ വരുന്നത്. ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ശീലങ്ങൾ വരുന്നത്, നമ്മുടെ പ്രവർത്തികൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നിനോടും എന്ത് മനോഭാവമാണ്, എന്ത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവമുള്ള ആളിന്, വളരെ മുന്നോട്ട് ശുഭപ്രതീക്ഷയുള്ള മനോഭാവമുള്ള ആളിന്, കോൺഫിഡൻസിന്റെ മനോഭാവമുള്ള ഒരാളിന് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനോഭാവത്തെക്കുറിച്ച് ഗൗരവമായി നാം ചിന്തിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ നില അതിലേക്ക് പോസിറ്റീവായി കൊണ്ടുവരുവാനും കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെയുള്ള ചിന്തകളിലേക്ക് വരുമ്പോഴാണ് നല്ല മനോഭാവമുള്ളവരെന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും മനോഭാവത്തിൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് എല്ലാവരും ആലോചിക്കണം. മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ അപ്പോഴത്തെ ഉള്ള ഒരു മാനസിക തലമാണ്. ഓരോ പ്രവൃത്തിയോടും ഓരോ വിഷയങ്ങളോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ നാം എന്താണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുപോകുന്നത്, എന്താണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നതനുസരിച്ചാണ് മനോഭാവം രൂപപ്പെടുന്നത്. അപ്പം നമ്മുടെ മനോഭാവം രൂപപ്പെടുത്തുന്നതിൽ വികാരങ്ങളോടൊപ്പം തന്നെ വിചാരങ്ങൾക്കും വലിയ പങ്കുണ്ട്. നമ്മുടെ വിചാരങ്ങൾ എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ് മനോഭാവം രൂപപ്പെടുന്നത്. അപ്പോൾ നല്ല വിചാരങ്ങളുണ്ടായി നല്ല മനോഭാവത്തിലൂടെ, നല്ല ശീലങ്ങളിലൂടെ, നല്ല ചിന്തകളിലൂടെ, നല്ല പ്രവർത്തികളിലേക്ക് പോകുവാൻ നമുക്ക് കഴിയട്ടെ.